ആയിട്ടുള്ള ബന്ധത്തിൽ ദൈവവചനമായി എഴുന്നേറ്റ് നിൽക്കുവാൻ അടിയന് ഭാഗ്യം തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആധാരമായി നമുക്ക് ഒരു വചനം വായിക്കാം. എഫേസ്യർ 6:10-12 വരെ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവാധികവർഗം ധരിച്ചുകൊള്ളു. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സർവ്വലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും മതി. ഇവിടെ പൗലോസ് നമ്മളെ ഒരു വാറിനെ കുറിച്ച്, നമ്മൾ ആയിരിക്കുന്ന ഒരു വാർഫെയറിനെ കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകുന്ന ജനം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളൊരു വാർഫെയർ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് പൗലോസ് നമ്മളെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് വളരെ വേസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. 5-10 മിനിറ്റിനുള്ളിൽ സംസാരിക്കാൻ കഴിയില്ല എന്നറിയാം. എന്നാൽ വളരെ ചുരുങ്ങിയ ഒരു സന്ദേശം, കുറച്ച് കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് വാർഫെയർ? ആരോടാണ് നമുക്ക് പോരാട്ടമുള്ളത്? ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. വാഴ്ചകളും അധികാരങ്ങളും എവിടെ നിന്ന് വന്നു? ജെനസിസ് ചാപ്റ്റർ 1:1-1:2 ഇടയ്ക്ക് പ്രീ ആഡമിക് റേസസ് ആയിട്ട് ലൂസിഫറിനോടൊപ്പം വീഴ്ത്തപ്പെട്ട ദൈവദൂതന്മാരാണ് ഡെമൻസ് അല്ലെങ്കിൽ ഈവിൾ സ്പിരിറ്റ്സ് എന്ന് തിയോളജിയൻസ് വിശ്വസിക്കുന്നു. ഈ ദുഷ്ടാത്മ സേനകളോട് നമുക്ക് പോരാട്ടമുണ്ട് എന്ന് പൗലോസ് നമ്മളെ അനുശാസിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ലോകത്ത് ഇത് 2 എക്സ്ട്രീമിൽ കാണപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചില മനുഷ്യര് ജീവിതത്തിലെ ഏത് സാഹചര്യത്തിൽ ഒരു മൂക്കിപ്പനി വന്നാലും അത് പിശാചിനോട് താരതമ്യം ചെയ്യും. എന്നാൽ മറ്റേ അറ്റത്ത് ഇതിനോടൊന്നും സെൻസിബിൾ അല്ലാതെ ഒരിക്കലും പിശാചുണ്ടെന്നോ പിശാചിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നോ പീപ്പിൾ ഡു നോട്ട് അക്നോളജ് the presence of evil schemes or the influence of evil schemes in their life. ഈ 2 എക്സ്ട്രീമിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. എന്നാൽ ഈ 2 എക്സ്ട്രീമിനപ്പുറത്ത് നിന്ന് ബൈബിൾ ഒരു ബാലൻസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിശാചിന്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരായതുകൊണ്ട് we don't have the ownership of devil in our life, but we will have the influence of his tactics in our life. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ അനുദിന നിമിഷങ്ങളും ജീവിതത്തിൽ പിശാച് കൊണ്ടിടുന്ന ഓരോ പദ്ധതികളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പൗലോസ് നമ്മളെ ഇവിടെ ഓർപ്പിക്കുന്നത്. അതിന് നമ്മൾക്ക് വേണ്ടത് എന്തെന്നും താഴോട്ട് അദ്ദേഹം അവിടെ അനുശാസിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കാതെ തന്നെ ഒരു വാക്യം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 2 Corinthians chapter 10:3-5 please. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. Amen. ഞങ്ങളുടെ പോരാട്ടത്തിന്റെ ആയുധങ്ങളോ ജഡികങ്ങൾ അല്ല. Amen. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. Amen. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാം അനുസരണക്കേടിന് പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയുമിരിക്കുന്നു. താഴോട്ട് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പോളിന്റെ മിനിസ്ട്രിയിലെ ഡിഫൻസ് ടാക്ടിക്സ് ആണ് അവൻ അവിടെ പ്രതിപാദിക്കുവാൻ ഇടയായി തീർന്നത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷ തുടങ്ങുന്നത് മർക്കോസ് 1:21 താൻ ദേവാലയത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ, ഒരു ഭൂതം ബാധിച്ച ഒരു മനുഷ്യനെ പുറത്താക്കുന്ന, അങ്ങനെയാണ് തന്റെ ശുശ്രൂഷ തുടങ്ങുന്നത് തന്നെ നമുക്ക് കാണാൻ കഴിയും. താൻ രോഗികളെ സൗഖ്യമാക്കിയും ഭൂതങ്ങളെ പുറത്താക്കിയുമാണ് തന്റെ ശുശ്രൂഷകൾ ചെയ്തത്. നമ്മൾ ആ ഒരു ലെവലില് ക്രിസ്ത്യൻസ് we are not under the ownership of devil no more once we give our life to Jesus Christ. എന്നാൽ നമുക്ക് അതിന്റെ മേൽ അധികാരമുണ്ട് എന്ന് കർത്താവ് നമ്മളോട് പറയുകയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അവന്റെ പദ്ധതികളെ തിരിച്ചറിയണമെന്നും വളരെ വ്യക്തമായി ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യത്തിനും എല്ലാത്തിനെയും
പിശാചിനോട് റിലേറ്റ് ചെയ്യുന്നതിലുപരിയായി കർത്താവ് യേശു ക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കി രോഗത്തെ സൗഖ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ രോഗമായും സൗഖ്യമാക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ നടക്കുന്ന സാഹചര്യങ്ങളെ അതിൻ്റെതായ രീതിയിൽ അത് പിശാചിന്റെ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ അത് തിരിച്ചറിയുവാൻ we should grow up to sense the schemes of devil in our lives. അതിന് എപ്പോഴും പിശാച് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ തോട്ട്സിൽ കൂടെ ആയിരിക്കും. നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ആത്മാവ് ബലപ്പെട്ടില്ലെങ്കിൽ, ഇന്ന് നമ്മൾ ദേവദാസനോട് കേട്ടതുപോലെ ആത്മാവിന്റെ ബലത്തിൽ നമ്മൾ ആയില്ലെങ്കിൽ ഈ സ്കീംസിൽ നമ്മൾ പെട്ടുപോകും. അവൻ നമ്മളെ പാപത്തിൽ കൊടുക്കും. നമ്മളെ പാപം ചെയ്യാനും ദൈവ പദ്ധതിയിൽ നിന്ന് നീക്കാനും അവൻ സ്കീംസ് ഇടുന്നത്, അവൻ തുടക്കമിടുന്നത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചിന്തയിലാണ്. ചിലർ പറയുന്നതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്തു, ആറ്റിറ്റ്യൂഡ്സ് കൊണ്ടുവന്നും നമ്മുടെ ജീവിതത്തിലുള്ള പിശാചിന്റെ പദ്ധതികളും ഇൻഫ്ലുവൻസും തിരിച്ചറിയുവാൻ നമ്മൾ ഓരോരുത്തരും പ്രാപ്തരാകുവാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അതുണ്ട് എന്ന് അക്നോളജ് ചെയ്യുകയും നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുവാൻ സ്പിരിച്വലി നമ്മൾ അതിന്റെ മേൽ ജയം നേടുവാൻ നമ്മളുടെ ആത്മാവിനെ നമ്മൾ ധൈര്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണം. വീണ്ടും എഫേസ്യർ 6:13 കൂടെ വായിച്ചിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കാനും സകലവും സമാധിച്ചിട്ട് ഉറച്ചു നിൽക്കാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുകയും അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയെടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരോവസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുകയും. ഇവിടെ പോർക്കളത്തിൽ നമ്മൾ പോരാടുമ്പോൾ നമുക്ക് എന്ത് വേണം എന്നുള്ളതാണ് പൗലോസ് അതിന്റെ താഴെ നമ്മളോട് പറയുന്നത്. we should have the full armor of God. അതിന് മുമ്പായിട്ട് നമ്മൾ ആയിരിക്കുന്ന പോർക്കളത്തിൽ നമ്മുടെ ചിന്തയിൽ തുടങ്ങി പല മേഖലകളിലേക്ക് നമ്മുടെ ജീവിതത്തെ അത് കൊണ്ടുപോകാൻ കഴിയുന്ന പിശാചിന്റെ ടാക്ടിക്സിനെ, ഡിമോണിക് ഇൻഫ്ലുവൻസസിനെ കൺട്രോൾ ചെയ്യുവാൻ നമ്മൾക്ക് ദൈവത്തിന്റെ ആത്മാവുണ്ട് എന്ന ബോധ്യം നമ്മളിൽ ആദ്യം ജനിക്കണം. കർത്താവ് യേശു ക്രിസ്തുവിൽ നമുക്ക് ജയമുണ്ട്. and that is why Paul says that resist and he will flee from you. അവനോട് എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി നമ്മൾ ആത്മാവിൽ പ്രാപിക്കണം. നമ്മളല്ല, നമ്മളിലുള്ള കർത്താവാണ് ജയിക്കുന്നത് എന്ന് തിരിച്ചറിയണം. ആത്മാവിൽ ആ ലെവലിലേക്കും നമ്മളുടെ പിശാചിന്റെ പദ്ധതികളെ ദൂരത്ത് നിന്ന് തിരിച്ചറിയുവാൻ നമ്മൾ ഓരോരുത്തരും വളരുവാൻ സഹായിക്കും. അതിനുള്ള ആമേഴ്സ് ഓഫ് ഗോഡ് ആണ് ദൈവത്തിന്റെ സർവായുധ വർഗം നമ്മൾ ധരിക്കണം. അതിലെ നമ്മൾ തിരിച്ച് പിശാചിനെ അറ്റാക്ക് ചെയ്യുവാൻ നമുക്കുള്ള ആയുധമാണ് ദൈവവചനം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ പിശാച് വന്ന് വചനമായിട്ട് തന്നെ, നമ്മൾ കേട്ടതുപോലെ വചനമായിട്ടാണ് പിശാച് കർത്താവ് യേശുവിന്റെ അടുക്കൽ വരുന്നത്. കർത്താവ് വചനം കൊണ്ട് തന്നെയാണ് അതിനെ റിബ്യൂക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് വചനത്താൽ നമ്മൾ ബലപ്പെടാം, ആത്മാവിൽ ബലപ്പെടാം. പിശാചിനെ ജയിക്കുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു വാർഫെയറിലാണ്. ബട്ട് don't include everything as a satanic demonic influence. അത് തിരിച്ചറിയാനുള്ള പ്രാഗൽഭ്യം സഭയായി നമ്മൾ പ്രാപിക്കട്ടെ. ഈ ഒരു ചെറിയ സന്ദേശം നിങ്ങൾക്ക് വെച്ചുകൊണ്ട് ദൈവനാമത്തിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. താങ്ക് യു.